ലൈംഗികാതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ മാതാവ് ഭവാനി രേവണ്ണയ്ക്ക് അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ ഇവർ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനുജ, പ്രജ്വൽ രേവണ്ണ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ മൈസൂരു സ്വദേശി അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന കേസിലാണ് പ്രജ്വൽ രേവണ്ണയുടെ മാതാവ് ഭവാനി രേവണ്ണയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. ഇതേ കേസിൽ തന്നെ പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് HD രേവണ്ണയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഭവാനി രേവണ്ണയുടെ പങ്കായി അന്വേഷണ സംഘം പറയുന്നത് ഈ തട്ടിക്കൊണ്ടുപോകുന്നതിനായി ഈ HD രേവണ്ണയുടെ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകിയത് ഭവാനി രേവണ്ണയാണ് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതേ തുടർന്നാണ് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി ഈ നോട്ടീസ് നൽകിയത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭവാനി രേവണ്ണ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച നോട്ടീസ് ഇപ്പോൾ ഇതിനകം നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നാണ് ഈ ഘട്ടത്തിൽ ഭവാനി രേവണ്ണ അറിയിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രജ്വൽ രേവണ്ണയുടെ ചോദ്യം ചെയ്യലും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. തെളിവുകൾ നശിപ്പിച്ചു എന്ന ഒരു സംശയമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണ് നശിപ്പിച്ചതായുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ അന്വേഷണ സംഘം നൽകും. പ്രജ്വൽ രേവണ്ണയുടെ മാതാവിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. പ്രജ്വൽ രേവണ്ണ പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിച്ചു എന്നൊരു സംശയവും ഈ ഘട്ടത്തിൽ ഉയരുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.